അപ്പോൾ നമ്മളിന്ന് സലാം ഖാൻ്റെ തോട്ടത്തിലാണല്ലോ കേട്ടോ. അപ്പോൾ തോട്ടത്തിൽ നിന്ന് പേരക്കത കഴിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ വെറൈറ്റി ഇത് L49 ലാഹോർ 49 എന്നുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഈ ഒരു പ്ലാന്റും ഉണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മളിത് അടിച്ചതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ പൂക്കുക എന്നുള്ളൊരു മെച്ചം കിട്ടിയത്. ഇത് നമ്മൾ പെട്ടെന്ന് പുഷ്പിക്കാൻ നമുക്ക് ടാറ്റയുടെ ഒരു ബഹാർ എന്നുള്ളൊരു ഇതുണ്ട്. ഇത് നമ്മൾ 2 ml 1 ലിറ്ററിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കൾ വരും. അതിപ്പം എല്ലാ ചെടികൾക്കും അതുകൊണ്ട് കുരുമുളകിനൊക്കെ ഇതിൻ്റെ നിൽക്കാനൊക്കെ ഏറ്റവും അത് തിരി വീഴാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് നല്ല വെയിലത്ത് നിന്നിട്ടാണ് വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ അവക്കാഡോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ 100% ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൽ സലാം. ഞാൻ റബ്ബർ ബോർഡിൽ നിന്നും 2017 ഡെപ്യൂട്ടി കമ്മീഷണർ എന്നുള്ള പോസ്റ്റിൽ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഒരു കൃഷിയിലേക്ക് താല്പര്യം കൊണ്ട് കൃഷി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ സ്ഥലം നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് റിപ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ കൃഷി ചെയ്യാമെന്നുള്ള ഒരു താല്പര്യത്തിൽ 2019 നമ്മളിവിടെ ഈ 1.25 ഏക്കർ സ്ഥലത്ത് 225ഓളം ട്രോപ്പിക്കൽ വെറൈറ്റി ബട്ടർ പ്ലാന്റ് ചെയ്തു. 3-ാം വർഷം തന്നെ അത് കായ്ക്കാൻ തുടങ്ങി. പൊതുവേ നമ്മുടെ ക്ലൈമറ്റിൽ നമ്മുടെ ഏരിയയിൽ ബട്ടർ കായ്ക്കില്ല. അല്ലെങ്കിൽ തണുപ്പുള്ള വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലാണ് ബട്ടർ കായ്ക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ നേരത്തെ ഉണ്ടായിരുന്നൊരു ധാരണ. അപ്പം ഇതിപ്പം ട്രോപ്പിക്കൽ വെറൈറ്റി എന്നുള്ള നിലക്ക് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഇനങ്ങളാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും 3-ാം വർഷം തന്നെ നമുക്ക് കായ പിടിച്ചു. ഈ വർഷം കൂടുതലായിട്ട് മരങ്ങൾ പൂത്തിട്ടുണ്ട്. അത്യാവശ്യം കായ കിട്ടും എന്നുള്ളതാണ് തോന്നുന്നത്. അവക്കാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതും ഈ രോഗം അല്ലെങ്കിൽ ഷുഗർ രോഗികൾക്കൊക്കെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ജ്യൂസ് കടകളിലും ഒക്കെ ഇതിന് നല്ല മാർക്കറ്റാണ്. ഓണം ഓഫ് സീസണിലൊക്കെ ഇതിന് ഒരു ഏകദേശം 500 രൂപ വരെ ഒരു കിലോക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും 200-250 രൂപ ഒരു കിലോ ബട്ടറിന് വില ഉണ്ട്. പക്ഷേ സീസണിലാകുമ്പോൾ അത് കുറഞ്ഞ് ചിലപ്പോൾ 50-100 അടുക്കുള്ള വിലക്കൊക്കെയാണ് വിൽക്കുന്നത്. എന്നിരുന്നാലും എങ്ങനെയാലും ഒരു ശരിക്ക് കായ്ച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് നല്ലൊരു ഉൽപ്പാദനം അല്ലെ വരുമാനം കിട്ടാൻ സാധ്യതയുള്ളൊരു കൃഷിയാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് ആൾക്കാർ വളരെയധികം ബട്ടർ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റാണ്. ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫും കൂടുതലുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ദൂര സ്ഥലത്തേക്കൊക്കെ അയക്കാനും സാധിക്കും. പിന്നെ പൊതുവേ അധികം രോഗങ്ങളും അസുഖങ്ങളും കുറവുണ്ട്. എന്നിരുന്നാലും പരിചരണം നല്ലപോലെ ആവശ്യമാണ്. അതുപോലെ ഈ വേനൽക്കാലത്ത് അല്പം നനക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. ഉണ്ടെങ്കിലാണ് അത് വേണ്ട വിധത്തിൽ വിജയിക്കുകയുള്ളൂ. നമ്മൾ ബട്ടർ പ്ലാന്റ് ചെയ്ത സമയത്ത് തന്നെ ഏകദേശം 6 മീറ്റർ അകലത്തിലാണ് 6 മീറ്റർ അകലത്തിലാണ് അല്ലെ 18 അടിയോളം അകലത്തിലാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള നിലക്ക് നമ്മൾ ഇടയ്ക്കൊരു ലൈന് നമ്മൾ തായ്വാൻ പിങ്ക് പേരയും അതുപോലെ തന്നെ അതിൻ്റെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റെഡ് ലേഡി പപ്പയും കൃഷി ചെയ്തു. അപ്പം നമ്മളെ മറ്റ് ചിലവുകൾക്കുള്ള ഒരു അഡീഷണൽ വരുമാന മാർഗമായിട്ടാണ് ഈ വന്നിരുന്നത്. അത് അത്യാവശ്യം നല്ല പേരക്കയും നമുക്കൊരു അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ റെഡ് ലേഡി പപ്പയും ഇപ്പം നല്ല മാർക്കറ്റ് ഉണ്ട്. കർഷകരൊക്കെ അല്ലെ ആൾക്കാർ നേരിട്ട് തന്നെ വന്ന് നമ്മുടെ അടുത്തു നിന്ന് ഇതിന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നല്ല ഓർഗാനിക്കായിട്ടുള്ള നല്ല സ്വീറ്റ് അല്ല നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ നല്ല പോഷക ഉള്ളതും അതുകൊണ്ട് അധികം കീടനാശിനി ഉപയോഗിക്കാത്തതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണുള്ളത്. റെഡ് ലേഡി എന്നുള്ള പപ്പയാണ് പൊതുവെ നമ്മൾ ഈ കൊമേഴ്സ്യലായിട്ടുള്ള കൃഷിക്ക് ഏറ്റവും നല്ലത്. കാരണം
നല്ല ഷെൽഫ് ലൈഫ് ഉള്ളതുകൊണ്ട് ഒരു 1 വീക്കൊക്കെ ഇത് കേടുവരാതെ തന്നെ നിൽക്കും. അതുതന്നെ നല്ല സ്വീറ്റാണ്, പിന്നെ കുറച്ചുകൂടി ഹാർഡാണ്. പെട്ടെന്ന് നമ്മൾ സാധാരണ നാടൻ പപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പഴുത്ത ഒരു ദിവസം കൊണ്ട് തന്നെ അത് കേടുവന്നു പോകും. അപ്പോൾ ഇത് അങ്ങനെ കുറേ ദിവസം നമുക്ക് അത് കേടുവരാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് മറ്റു പല പ്രോഡക്റ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കാനും ഏറ്റവും നല്ല വെറൈറ്റിയാണ്. പിന്നെ ഏറ്റവും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ ചെറുതാവുമ്പോൾ തന്നെ നമുക്ക് കായ്ക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ തോട്ടങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 6 മാസം ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു വരുമാനം കിട്ടി നമുക്ക് ചിലവിനുള്ള പൈസ ഇങ്ങനെയുള്ള അടക്കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് കർഷകന് വരുമാനം ലഭിക്കാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബട്ടറൊക്കെ പ്ലാന്റ് ചെയ്ത് ആയി വരുമ്പോഴേക്കൊരു 3-4 വർഷം എടുക്കും. ആ സമയത്ത് നമുക്കുള്ള ചിലവിനുള്ളൊരു വരുമാന മാർഗം ആയിട്ട് ഇത് അഡീഷണൽ വരുമാന മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ആദ്യം ഈ സ്ഥലം JCB വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ 6 മീറ്റർ ഏകദേശം 16 അടി അകലത്തിൽ ഒരു 2.5 ഫുട്ട് കുഴിയെടുത്തു. ആ കുഴിയിൽ ജൈവവളം എല്ലാം നിറച്ചതിന് ശേഷം നമ്മൾ ഇതിൽ തൈ വെച്ചു. ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ ഏർപ്പാടാക്കി. ടാറ്റാൻ്റെ റാലി ഗോൾഡ്, ഗ്ലൂക്കോവിറ്റ മുതലായ വളങ്ങൾ നമ്മൾ, അതുപോലെ തന്നെ ജിയോ ഗ്രീൻ എന്നുള്ള അടിവളമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അത് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല ഗ്രോത്തും കിട്ടാൻ ഏറ്റവും നന്നായി. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മളധികം ഈ വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവുകൾ വളരെ കുറവ്. സാധാരണ നമ്മൾ ഇപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 25 ഗ്രാം 50 ഗ്രാം ഒക്കെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് ക്വിക്ക് ആക്ഷനാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വളം, നമുക്ക് ചിലവ് വളരെയധികം കുറവായിരുന്നുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് വേണ്ടത്ര കിട്ടില്ല. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും ചെടികൾക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. 6 മീറ്റർ അകല, 16 അടി അകലത്തിലാണ് നമ്മൾ കൃഷി ചെയ്തപ്പം ഒരുപാട് സ്ഥലം നമുക്ക് ഇത് സ്പേസ് ഉള്ളതായി തോന്നി. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അല്ല പുല്ല് കളയാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ സമയത്താണ് നമ്മൾ ഈ പേരകൃഷി തുടങ്ങിയത്. വളരെ എളുപ്പം. തായ്വാൻ പിങ്ക് പേരയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പിങ്ക് കളറ് ഉള്ള വെറൈറ്റിയാണ്, വളരെ സോഫ്റ്റാണ്. നമുക്ക് നേരത്തെയൊക്കെ തായ്വാനിൽ നിന്ന് വരുന്നത് 100-125 റുപ്യക്കൊക്കെയാണ് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടിയിരുന്നത്. ഇത് നമ്മളിവിടെ ഹൈദരാബാദിൽ നിന്ന് തൈ വരുത്തി നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് 6-ാം മാസം തന്നെ നമുക്ക് വിളവ് കിട്ടി. കാരണം ഇത് വളരെ ചെറിയ ആകുമ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ കായ ഓരോ കൊലയിലും 3 എണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ മിക്കവാറും നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കായയുടെ വലിപ്പം കുറയും. ഇപ്പോൾ കൊലയിൽ ഒന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500-600 ഗ്രാം വരെ ഒരു പേരക്ക കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പം കായ കിട്ടുന്നത് കൊണ്ടും പെട്ടെന്ന് ഒരു മരത്തിൽ തന്നെ ധാരാളം കായകളുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചട്ടിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കായകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഒരു കൃഷിയാണ്. പിന്നെ പേരക്ക എന്ന് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് ഷുഗർ രോഗികൾക്കും അതുപോലെ പ്രഷറിനൊക്കെ ഏറ്റവും അധികം നല്ലതാണ്. ഇപ്പം കീറ്റോ ഡയറ്റിലൊക്കെ ഈ 2 ഫ്രൂട്ട്സാണ് നമ്മൾ പേരക്കയും ബട്ടറുമാണ് ഇഷ്ടംപോലെ കഴിക്കാൻ പറയുന്നത്. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. മാക്സിമം ഒന്നോ അല്ലെങ്കിൽ പകുതിയൊക്കെ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇത് രണ്ടും ഇത്രയും കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻ സിയും എല്ലാ ഔഷധ ഗുണങ്ങളുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ പ്ലാന്റ് ചെയ്ത വേറെ വെറൈറ്റിയാണ് ഇത് L49, ലാഹോർ 49 എന്നുള്ള വെറൈറ്റിയാണ്. ഇത് ഭയങ്കര നല്ല സ്വീറ്റാണ്. അതുപോലെ തന്നെ കായ ഒരു അത്യാവശ്യം അധികം വലിപ്പമല്ല, ഒരു 200 ഗ്രാമൊക്കെ ഒരു കായ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഉള്ളിൽ വൈറ്റാണ്, നല്ല മധുരം, സ്വീറ്റ് മറ്റേതിനേക്കാളും കുറച്ചുകൂടി സ്വീറ്റ് അധികം കൂടുതലുണ്ട്. പിന്നെ പൊതുവേ കേട് കുറവായിട്ട് കാണുന്നുണ്ട് ഈ വെറൈറ്റിക്ക്. മറ്റുള്ളതിനൊക്കെ ഇങ്ങനെ ഈ ഫ്രൂട്ട് ഫ്ലൈൻ്റെയൊക്കെ അറ്റാക്ക് കാണുമ്പോൾ ഇത് വളരെയധികം അങ്ങനെ ആ നിലക്ക് ഇതൊരു
കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ എണ്ണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ ഈ വെറൈറ്റിക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. സ്വീറ്റ് നോക്കണം, നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. സലാം ഖാൻ്റെ തോട്ടത്തിലാണല്ലോ കേട്ടോ. അപ്പോൾ തോട്ടത്തിൽ നിന്ന് പേരക്കത കഴിക്കാണ്. ഇക്കേതേതിൻ്റെ വെറൈറ്റി? ഇത് L49, L49, ലാഹോർ 49 എന്നുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഈ ഒരു പ്ലാന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് പേരക്ക കഴിക്കാം. അത് സോഫ്റ്റും ആണ്, നല്ല മധുരമുണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് വീട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത്. വീടുകളിൽ ഉറപ്പ് വളരെ കുറവാണ്. പുറം ഉറപ്പ് നമ്മളെ നോർമൽ വെച്ച് നോക്കിയ കുറേ വ്യത്യാസമുണ്ട്. അടിപൊളിയാട്ടോ അത്. നല്ല വെയിലത്ത് നിന്നിട്ടാണ് വീഡിയോ. നമ്മൾ ഇതിൽ ഗ്ലൂക്കോവിറ്റ എന്നുള്ള ടാറ്റയുടെ മൈക്രോന്യൂട്രിയൻസ് നമ്മളൊരു 100 ഗ്രാം വെച്ച് ഓരോ തൈക്കും നമ്മൾ ഈ മഴ പോകുന്ന സമയത്ത് നമ്മൾ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബയോ20 ഇതിൽ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സീവേഡ് എക്സ്ട്രാക്റ്റും NPK ഉള്ള ഒരു വളമാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവാണിത്. കാരണം ഒരു ഏരിയൽ സ്പ്രേ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് വളങ്ങൾ ഇതിൽ കിട്ടും. നമ്മൾ മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കർഷകന് ലാഭമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻ കിട്ടും ചെയ്യും. പൊതുവേ നമ്മുടെ ഈ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഈ മൈക്രോന്യൂട്രിയൻസ് കണ്ടമാനം ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ മൈക്രോന്യൂട്രിയൻസ് നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മളിത് അടിച്ചതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ പൂക്കുക എന്നുള്ളൊരു മെച്ചം കിട്ടിയത്. അപ്പോൾ അത് കൃഷിക്കും ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഗ്രോസേജിൽ തന്നെ ഇപ്പോൾ ഇതിലുള്ള NPK 20, 20, 20 എന്നുള്ള 3 ഉണ്ട്. അത് കൂടാതെ തന്നെ മൈക്രോന്യൂട്രിയൻസ്, പിന്നെ സീവീഡ് എക്സ്ട്രാക്റ്റ് എല്ലാം ഇതിലുണ്ട്. മൈക്രോന്യൂട്രിയൻസ് തന്നെ വളരെയധികം കൂടുതലുണ്ട്. ഇത് ഏരിയൽ സ്പ്രേയിങ് ആകുമ്പോൾ നമുക്ക് കർഷകർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വളരെയധികം സുഖമാണ്. ഒരു സ്പ്രെയർ ഉണ്ടെങ്കിൽ ഒരു ഏക്കർ 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് വളം ചെയ്യാമെന്നുള്ള പരിപാടി വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇനിയിപ്പം ഭാവിയിലേക്കുള്ള എല്ലാ ഇതും വാട്ടർ സോളബിൾ ആയിട്ടുള്ള മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെടിക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പോളിയർ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് പുതുതായിട്ട് ഇപ്പോൾ കർഷകർ നടത്തി വരുന്നത്. ഇതിൻ്റെ ഈ ഡോസേജ് നമ്മൾ ഒരു ലിറ്ററിൽ 3 മില്ലി ലിറ്റർ ഒരു ലിറ്ററിൽ ഇതായിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യാതിരിക്കുക. ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് ഒരുപാട് സമയം അതിന് അബ്സോർപ്ഷനുള്ള സമയം ചെടിക്ക് കിട്ടുന്നതുകൊണ്ട് വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലത്. ഇത് നമ്മൾ പെട്ടെന്ന് പുഷ്പിക്കാൻ നമുക്ക് ടാറ്റയുടെ ഒരു ബഹാർ എന്നുള്ളൊരു ഇതുണ്ട്. ഇത് നമ്മൾ 2 ml ഒരു ലിറ്ററിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കൾ വരും. അതിപ്പം എല്ലാ ചെടികൾക്കും, അതുകൊണ്ട് കുരുമുളകിനൊക്കെ ഇതിൻ്റെ നിൽക്കാനൊക്കെ ഏറ്റവും അത് തിരി വീഴാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് 2 ml ഒരു ലിറ്ററിൽ വെച്ച് അടിക്കാം. നമ്മളിപ്പം ഇതിനും നമ്മൾ അവക്കാഡോക്കും ഇത് ചെയ്യുന്നുണ്ട്. പേരക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകാൻ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്.